أحسنت ختم هنا يا رب صل وسلم على النبي والآل والصحب وزدهم مرتبا. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد. أشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا محمدًا عبده ورسوله. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي. على حبيبك خير الخلق أرحم الراحمين يا الملك الجبار يا الله. പരിശുദ്ധമായ മജ്ലിസിൽ നീ ഞങ്ങളെ ഒരുമിച്ച് കൂട്ടി ഇതിലേറെ സന്തോഷത്തിൽ നരകം തൊടാതെ ഹിസാബില്ലാതെ സ്വർഗത്തിലും ഞങ്ങളെ നീ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്. ഞങ്ങളെ മനസ്സുകൊണ്ട് സ്നേഹിക്കുന്ന സർവരെയും നീ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്. അതിന് വിപരീതമായി ഞങ്ങളെയും അവിടെയും ജീവിതത്തിൽ വന്നുപോയ സർവ തെറ്റുകളും നീ പൊറുക്കണേ അല്ലാഹ്. അവർക്കും ഞങ്ങൾക്കെല്ലാവർക്കും ദുനിയാവിലും ആഖിറത്തിലും നിറഞ്ഞ ആഫിയത്തും സന്തോഷവും നീ തരണേ അല്ലാഹ്. ഈ പരിപാടിക്ക് വേണ്ടി ഇവിടുത്തെ ദീനീ കാര്യങ്ങൾക്ക് വേണ്ടി സഹകരിച്ച സഹായിച്ച പ്രവർത്തിച്ച നല്ല വാക്ക് പറഞ്ഞ എല്ലാവരെയും നീ ഖൈറിലാക്കണേ റഹ്മാനെ. മാഷാ അല്ലാഹ്, SBS-ലെ മക്കൾ നടത്തുന്ന പരിപാടി അല്ലാഹു ആ മക്കളെ ദീനിയായ മക്കളായി അല്ലാഹു വളർത്തുമാറാവട്ടെ. വളരെ പവിത്രമായൊരു മജ്ലിസ്, ജലാലിയ റാത്തീബ് നമ്മൾ ചൊല്ലിക്കഴിഞ്ഞു. വളരെ മനോഹരമായി, വളരെ പവറുള്ള ഒരു റാത്തീബാണ് ജലാലിയ. വളരെ നല്ല ഞാൻ ഒരുപാട് അനുഭവിച്ച ആളാണ്. എൻ്റെ ജീവിതത്തിലും നമ്മളെ പള്ളിയും എല്ലാം നടന്നു പോകുന്നത് ജലാലിയ റാത്തീബ് കൊണ്ടാണ്. വലിയ വലിയ രോഗങ്ങൾ ആ റാത്തീബിൽ ഇരുന്നു കൊണ്ട്, അല്ലെങ്കിൽ അവിടെ വെച്ച വെള്ളം കുടിച്ചുകൊണ്ട് റാത്തീബിലേക്ക് നേർച്ചയാക്കി ഒക്കെ സുഖപ്പെടാറുണ്ട്. ക്യാൻസറാണെന്ന് തീരുമാനിച്ച് അവസാന ഒരു ടെസ്റ്റിന് വേണ്ടി നാളെ ബാംഗ്ലൂർക്ക് പോവാണ്. പോകുമ്പോൾ ജലാലിക്ക് കൂടി ചീരണി കൊടുക്കാൻ വേണ്ടി നേർച്ചയാക്കി പോയി ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ അതുവരെയുള്ള റിപ്പോർട്ടെല്ലാം പോയി. സുഖമാണ്, ക്യാൻസറൊന്നുമില്ല. അവിടെ ഉണ്ട് പെണ്ണുങ്ങൾ. അങ്ങനെ ഒരുപാട് രോഗികൾ സുഖപ്പെടും. കാരണം ഈ റാത്തീബിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടതാ അള്ളാഹിന്റെ ജലാലത്തിന്റെ ഇസ്മുകൾ. ആ അള്ളാഹുവിന്റെ ജലാലത്തിന്റെ ഇസ്മുകളാണ് നമ്മൾ ഒരുപാട് ഇതിൽ ചൊല്ലിയത്. രണ്ടാമതായി
ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മേൽ ചൊല്ലുന്ന സ്വലാത്ത്, നബി തങ്ങളെ മദ്ഹ്, അതും ഈ റാത്തീബിൽ കഴിഞ്ഞില്ല. ബഹുമാനപ്പെട്ട ഷെയ്ഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖുദ്ദസുല്ലാഹു സിർറുൽ അസീസ് അവരെ മദ്ഹും ഇതിൽ എല്ലാം ഉൾക്കൊള്ളിച്ച ഒരു റാത്തീബ്. അതിൻ്റെ ചരിത്രം നോക്കിയെങ്കിൽ ആഫ്രിക്കൻ രാജ്യങ്ങൾ, യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ഇത് നടത്തി വരാറുണ്ട്. വലിയ പവറുള്ള ഒരു റാത്തീബാണ്. അള്ളാഹു അത് ഈ നാട്ടിൽ അള്ളാഹു നിലനിർത്തി തരുമാറാവട്ടെ. നമ്മളെല്ലാ പ്രശ്നങ്ങൾക്കും അത് പരിഹാരമായി അള്ളാഹു നിലനിർത്തി തരുമാറാവട്ടെ. നല്ല മജ്ലിസുകൾ, നല്ല ആളുകൾ അവരൊപ്പം കൂടിയെങ്കിൽ, നല്ല മജ്ലിസിൽ കൂടിയെങ്കിൽ നമ്മൾ രക്ഷപ്പെടും. ഒരു പക്ഷേ നമ്മളെ നിയ്യത്ത് നല്ലതല്ലെങ്കിലും, നല്ല നിയ്യത്തിലല്ല ഈ മജ്ലിസിക്ക് നിങ്ങൾ വന്നത്, എന്നാലും രക്ഷപ്പെടും. ഇതെന്റെ വാക്കല്ല, ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് ഒരു ഖുദ്സിയായ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത് കാണാം. ഞാൻ കുറച്ചേ പറയുള്ളൂ, നല്ലോണം ശ്രദ്ധിക്കണം. അള്ളാഹുവിന് പ്രത്യേകം ചില മലായിക്കത്തുണ്ട്. ആ മലായിക്കത്ത് ഭൂമിയിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. എവിടെ സിക്റിന്റെ മജ്ലിസ് എവിടെയുള്ളത് എന്ന് അന്വേഷിച്ചുകൊണ്ട്. അങ്ങനെ ഒരു സ്ഥലത്ത് സിക്റിന്റെ മജ്ലിസ് കണ്ടാൽ, ഇപ്പൊ നമ്മളെ ഈ മജ്ലിസ് മലായിക്കത്ത് കണ്ടാൽ, ആ കണ്ട മലായിക്കത്ത് ബാക്കിയുള്ള മലായിക്കത്തിനോട് പറയും, ഹലുമ്മോ ഹലുമ്മോ, ഇങ്ങോട്ട് വരൂ ഇങ്ങോട്ട് വരൂ എന്ന് പറഞ്ഞ് എല്ലാവരും വിളിക്കും. എന്നിട്ട് ആ മജ്ലിസിൽ ആ മലായിക്കത്ത് വലയം ചെയ്യും. നമ്മളെ മജ്ലിസിലൊക്കെ ഉണ്ടാവും മലായിക്കത്ത്, നമ്മളെ കൂടെ ചെല്ലും. ഞാൻ ഇതിന്റെ ഇജാസത്ത് വാങ്ങാൻ, ഇതിന്റെ വലിയൊരു ഷെയ്ഖുണ്ട്, നമ്മളെ കുമ്പോൾ സാദാത്യങ്ങളൊക്കെ ഈ റാത്തീബിന്റെ ഖലീഫയാക്കി അവരെ ഷെയ്ഖാണ് ഷുഐബാലെന്നറിയും. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സുമാറാവട്ടെ. അപ്പോൾ പോയപ്പോൾ എന്നോട് പറഞ്ഞു, കുട്ടികൾ വേണം നിങ്ങളെ മജ്ലിസ്. കുട്ടികൾ ചിലപ്പോൾ കളിക്കും, കുരുത്തക്കേടെല്ലാം കാണിക്കും, എന്നാലും ആ മക്കളെ ദൂരാക്കാൻ പാടില്ല. ആ മക്കളെ മജ്ലിസിൽ വേണം. അങ്ങനെ ഓരോ കുട്ടിൻ്റെ കൂടെയും ഓരോ മലായിക്കത്ത് ഉണ്ടാവുന്ന. അപ്പൊ അതുകൊണ്ട് മലായിക്കത്ത് ഉണ്ടാവുമ്പോൾ ആ മജ്ലിസിൽ ദ്വാരുന്നെങ്കിൽ പെട്ടെന്ന് ഉത്തരം കിട്ടും. അവരും ആമീൻ പറയല്ലോ. നമ്മളെ പോലത്തവരെല്ലാം മലായിക്കത്ത് ജീവിതത്തിൽ ഒരു തെറ്റ്, ഒരൊറ്റ തെറ്റും ചെയ്യാത്തവരാണ്. അവരെ ദുആക്ക്, അവരെ ആമീന് വലിയ പവറുണ്ട്. അതുകൊണ്ടാണ് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, നിനക്കൊരാവശ്യം, ഒരു കാര്യം പൂർത്തിയാവാണ്ട്, അല്ലെങ്കിൽ നിന്റെ ഒരു രോഗം, ഇപ്പൊ എനിക്ക് പനിയാണ്, എൻ്റെ പനി സുഖപ്പെടണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? വേറെ പനിയുള്ള ഒരാൾക്ക് വേണ്ടി തോർക്കണം, അയാളെ പനി സുഖപ്പെടാൻ വേണ്ടി തോർക്കണം. എന്താ കാരണം? പിന്നൊരാൾക്ക് വേണ്ടി തോരുന്നെങ്കിൽ അള്ളാഹു ഒരു മലക്കിനെ വെക്കും. ആ മലക്ക് നമുക്ക് വേണ്ടി തോർക്കും. അപ്പൊ ആ മലക്കിന്റെ ദുആക്കല്ല ഉത്തരം കൂടുതൽ. അപ്പൊ നമ്മളെ രോഗം പെട്ടെന്ന് സുഖാവുന്ന ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് കാണാം. ഞാൻ പറയുന്നത് മലായിക്കത്ത് ഒരുമിച്ച് കൂടുന്ന മജ്ലിസ് ഏതുമാട്ടെ, ആ സിക്റിന്റെ മജ്ലിസിൽ മലായിക്കത്ത് ഒരുമിച്ച് കൂടി സിക്റിന്റെ മജ്ലിസ്, സിക്റെല്ലാം കഴിഞ്ഞതിന് ശേഷം അവര് മുകളിലേക്ക് കയറി പോകുമ്പോൾ അള്ളാഹു ചോദിക്കും, എവിടുന്നാ വരുന്നത്? വിശാലമായ ഹദീസാണ്, ഞാൻ ചുരുക്കി പറയാം. ഭൂമിയിൽ നിന്നാണ് വരുന്നത്. എന്റെ അടിമകൾ എന്താണ് അവിടെ ചെയ്യുന്നത്? അള്ളാഹ്ക്ക് മലായിക്കത്തിന് ചോദിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ മലായിക്കത്തിനെ കൊണ്ട് അള്ളാഹ് സമ്മതിപ്പിക്കാണ്. അപ്പോ മലായിക്കത്ത് പറയും, അവരൊരു സ്ഥലത്ത് ഒരുമിച്ച് കൂടി നിനക്ക് ദിക്ർ ചെല്ലുന്നുണ്ട്, നിന്നെ സ്മരിക്കുന്നുണ്ട്. അള്ളാഹു ചോദിക്കും, എന്നെ കണ്ടവരാണോ അവർ? ഇല്ല, നിങ്ങളൊക്കെ അള്ളാഹു നിന്നെ കണ്ടിട്ടില്ലെങ്കിലും അവർ നിന്നെ സ്മരിക്കുന്നുണ്ട്. അപ്പൊ അള്ളാഹു ചോദിക്കും, അവരെന്നെ കണ്ടിരുന്നുവെങ്കിലോ? നിന്നെ കണ്ടവരാണെങ്കിൽ ഇതിനേക്കാളും ഉഷാറില് അവര് ദിക്ർ ചൊല്ലുമായിരുന്നു. അള്ളാഹിനെ കണ്ടോലാണെങ്കിൽ ഇത്ര ആളെ ഉണ്ടാവുള്ളൂ ഇതില്, ഇതിനേക്കാളും ഉഷാറായി നമ്മൾ ചൊല്ലൂലേ? ഏതുമാകട്ടെ,
എന്താണ് എൻ്റെ അടിമകൾ എന്നോട് ചോദിക്കുന്നത്? മലായിക്കത്ത് പറഞ്ഞു, അവർ സ്വർഗം ചോദിക്കുന്നു, അവർ നരകത്തിൽ നിന്ന് കാവൽ തേടുന്നു, അവരവരുടെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകുറ്റങ്ങൾ പുറത്തു കിട്ടാൻ വേണ്ടി ദ്വാരക്കുന്നു. ഇതെല്ലാം അവർ ചോദിക്കുന്നുണ്ട്. അവസാനം ആ സംഭാഷണത്തിൻ്റെ അവസാനം അല്ലാഹു പറയും, മുഅ്മിനീങ്ങളെ, ഓ മലായിക്കത്തെ, നിങ്ങളെ സാക്ഷി നിർത്തി ഞാൻ പറയുകയാണ്, നിങ്ങൾ സാക്ഷിയാണ് മലായിക്കത്തെ, അന്നീ ഖദ് വഫർതു ലഹും, ആ മജ്ലിസിൽ കൂടിയ എല്ലാവരുടെ തെറ്റുകളും ഞാൻ പുറത്തു കൊടുത്തു. എല്ലാവർക്കും പുറത്തു. അള്ളാഹു ആ മജ്ലിസിൽ, നമ്മളെ മജ്ലിസ് അള്ളാഹു ചേർത്ത് തരുമാറാവട്ടെ. എല്ലാവരുടെ തെറ്റും അള്ളാഹു പൊറുക്കും. അതാ പറഞ്ഞ, നീയത്തില്ലാതെ വന്നവൻ അവന്റെ തെറ്റും പൊറുക്കും, അവനും രക്ഷപ്പെടും. അപ്പൊ മലായിക്കത്ത് പറഞ്ഞു, അതിലൊരു മനുഷ്യൻ നീയത്ത് വെച്ച് വന്നതല്ല, മജ്ലിസിന്റെ പുണ്യത്തിന് വേണ്ടി വന്നതല്ല, ദുന്യവിയായ എന്തോ ഉദ്ദേശം വെച്ച് വന്നതാണ്. അങ്ങനെ ഉണ്ടാവൂലേ? ചീരണിക്ക് വേണ്ടി വരുന്നവരുണ്ടാവും. അല്ലെങ്കിൽ ഞാൻ പള്ളിന്റെ പ്രസിഡന്റ്, ഞാൻ പോയിട്ടില്ലെങ്കിൽ മോശമല്ലേ എന്ന് വിചാരിച്ച് വരുന്നവരുണ്ടാവും. പല രൂപത്തിൽ വരുന്നവരുണ്ട്. അപ്പൊ അങ്ങനത്തെ ആളുകളും ഉണ്ടല്ലോ പഠിച്ചോനെ. എല്ലാവർക്കും പുറത്തു കൊടുക്കുകയാണോ? അല്ലാഹു പറഞ്ഞത്, ഹുമുൽ ഖൗമു ലാ യശ്ഖാ ജലീസുഹും, അവരൊരു സംഘമാണ്, ആ സംഘത്തിൽ ഇരുന്ന ആരും പരാജയപ്പെടുകയില്ല. ആ സംഘത്തിൽ കൂടിയാൽ, ആ മജ്ലിസിൽ കൂടിയ ആരും പരാജയപ്പെടുകയില്ല എന്ന് അല്ലാഹു പറയുകയുണ്ടായി. അതുകൊണ്ട് മുഅ്മിനീങ്ങൾ, ഇവിടെ സ്വലാത്തിന്റെ മജ്ലിസ് നടക്കുമ്പോൾ, ജലാലിയ നടക്കുമ്പോൾ, പരിസരവാർത്തൊക്കെ നല്ല മജ്ലിസുകൾ നടക്കുമ്പോൾ അതിൽ പോയി കൂടണം. നമ്മൾ നല്ലവരല്ലെങ്കിലും, നമ്മളെ നെയ്യത്ത് നല്ലതല്ലെങ്കിലും, നമ്മൾ എത്രയോ തെറ്റുകൾ ചെയ്തവരാണെങ്കിലും നല്ല മജ്ലിസിൽ കൂടിയിരുന്നാൽ രക്ഷപ്പെടുമെന്നാണ് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നല്ല മജ്ലിസുകൾ ഉപയോഗപ്പെടുത്തണം. ഇതേ വിഷയം സൂറത്തു തൂർ, അതിന്റെ വിശദീകരണത്തിൽ ബഹുമാനപ്പെട്ട ഇബ്നു കസീർ തങ്ങൾ പറയുന്നത് കാണാം. എന്താ പറയുന്നത്? സുബ്ഹാനല്ലാഹ്, ഒരുപാട് കാര്യങ്ങൾ ആ സൂറത്തിലൂടെ പഠിപ്പിക്കും. അവിടെ സ്വർഗത്തിന്റെ സുഖങ്ങൾ പറയുന്ന സ്ഥലത്ത് കാണാം, സ്വർഗത്തിലെത്തിയ മനുഷ്യൻ, സുബ്ഹാനല്ലാഹ്, എന്താ സ്വർഗീയ സുഖങ്ങൾ! ഒരു കസാലയിൽ, ഒരു ചാര കസാലയിൽ ഒരാൾ ഇരുന്നാൽ സ്വർഗത്തിൽ, ഇങ്ങനെ നമ്മൾ ഇരുന്നെങ്കിൽ 70 കൊല്ലത്തോളം ആ ഇരുത്തായിരിക്കുന്ന 70 കൊല്ലം അവൻക്ക് വേണ്ട ഭക്ഷണങ്ങൾ, അവൻക്ക് വേണ്ട സൗകര്യങ്ങൾ, അവൻക്ക് ഹൂറിലീങ്ങള്, ഖാദിമീങ്ങള് എല്ലാം അവന്റെ കൂടെയുണ്ട്. എന്നിട്ട് പറയുന്നു, 70 കൊല്ലം ഇരുന്നാലും ലാ യുമില്ലഹു, അവൻക്ക് മടി വരൂല, ബച്ചല് പിടിക്കൂല. അത്രയും സുഖത്തിന്റെ നടുവിലായിരിക്കുന്നത്. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസാണ്. ആ വിശദീകരിച്ചുകൊണ്ട് പറയുന്നത് കാണാം, സ്വർഗത്തിലെത്തിയ മനുഷ്യൻ അവന് ദുന്യവിയായ കാര്യങ്ങൾ അവിടെ വെച്ച് സംസാരിക്കും. നമ്മൾ സ്വർഗത്തിലെത്തിയെങ്കിൽ ഈ ദുനിയാവിൽ വെച്ച് നമ്മൾ കണ്ടുമുട്ടിയതും ഒരുമിച്ച് കൂടിയതും കളിക്കാൻ പോയതും മംഗലത്തിന് കൂടിയതും പല ദുന്യവിയായ കാര്യങ്ങളും സംസാരിക്കും. ആ കൂട്ടത്തിൽ പറയുന്നത് കാണാം, ഒരു മനുഷ്യൻ സ്വർഗത്തിൽ തൻ്റെ കൂട്ടുകാരനെ കാണാൻ പൂതിയായി, തൻ്റെ ചങ്ങായിനെ കാണാൻ പൂതി വന്നു. അങ്ങനെ മനസ്സിൽ വിചാരിക്കുമ്പോൾ ഒരു കട്ടിൽ ഇങ്ങനെ അന്തരീക്ഷത്തിലൂടെ വരികയാണ്. സ്വർഗീയ സുഖമാണ്. ഹബീബായ തങ്ങളാണ് പഠിപ്പിക്കുന്നത്. ആ കട്ടിലിരുന്നു കൊണ്ട് അവൻ അന്തരീക്ഷത്തിലൂടെ പോകുന്ന സമയത്ത് തൻ്റെ കൂട്ടുകാരനും അതേ രൂപത്തിൽ വരുന്നു. എന്നിട്ട് രണ്ടുപേരും മുഖാമുഖം ഇരുന്നു കൊണ്ട് സംസാരിക്കുന്നു. എന്താ? ദുന്യവിയായ പലതും സംസാരിക്കും. ആ കൂട്ടത്തിൽ പറയുന്നത് കാണാം. എന്താ പറയുന്നത്? ദുന്യാവിൽ ഒരു മജ്ലിസിൽ നമ്മൾ ഒരുമിച്ച് കൂടി നമ്മളെ തെറ്റുകുറ്റങ്ങൾ പൊറുക്കാൻ വേണ്ടി അല്ലാഹുവിനോട് നമ്മൾ ദുആ ചെയ്തു. ആ മജ്ലിസ് കാരണമാണ് ഇന്ന് നമ്മൾ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്.
ദുന്യാവിൽ ഒരു മജ്ലിസിൽ അള്ളാഹിനോട് നമ്മൾ കരഞ്ഞു പറഞ്ഞു, നമ്മളെ തെറ്റുകുറ്റങ്ങൾ പൊറുക്കാൻ വേണ്ടി അള്ളാഹുവിനോട് നമ്മൾ ദുആ ചെയ്തു. ആ മജ്ലിസിൽ ദുആർന്ന കാരണം കൊണ്ടാണ് ഇന്ന് നമ്മൾ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അതുകൊണ്ട് മുഅ്മിനീങ്ങളെ നിങ്ങൾ നോക്കി, സ്വർഗത്തിലെത്തിയവർ ദുനിയാവിൻ്റെ മജ്ലിസിനെ പറ്റി പറയുന്നു. അതുകൊണ്ട് നല്ല മജ്ലിസുകളിൽ കൂടണം, അള്ളാഹുവിനോട് എപ്പോഴും ദുആ ചെയ്തുകൊണ്ടിരിക്കണം. നമ്മളെ കാലഘട്ടം വളരെ മോശമാണ്. തെറ്റുകൾ ചെയ്യാൻ വേണ്ടി അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല. തെറ്റുകളൊക്കെ നമ്മളെ റൂമൊക്കെ ഇങ്ങോട്ട് എത്തും. എല്ലാ നിലക്കും തിന്മകൾ നമ്മളെ വലയം ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് ജീവിക്കണം. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, രാവിലെ മുസ്ലിമായി വീട്ടിൽ നിന്നിറങ്ങിയ മനുഷ്യൻ വൈകുന്നേരമാകുമ്പോഴത്തിന് കാഫിറായിട്ടാണ് തിരിച്ചു വരുന്നത്. വൈകുന്നേരം മുസ്ലിമായ മനുഷ്യൻ രാവിലെ ആകുമ്പോഴത്തിന് കാഫിറാകുമെന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ അത്രയും തിന്മകൾ അധികരിച്ചൊരു കാലഘട്ടത്തിൽ സുബ്ഹാനല്ലാഹ്, നമ്മളെ ചെറുപ്പക്കാരനായി ഇന്നലെ ഒരു പരിപാടി കഴിഞ്ഞ് വരുന്ന സമയത്ത്, വളരെ വൈകി വരുന്ന സമയത്ത് സുബ്ഹാനല്ലാഹ്, നമ്മളെ ചെറുപ്പക്കാരെല്ലാം ഈ ബൈക്കിൽ ഇങ്ങനെ ബാറ്റ് പിടിച്ച് പോകുന്നുണ്ട്. നല്ല നല്ല ചെറുപ്പക്കാർ. എൻ്റെ ചെറുപ്പക്കാരോട് പറയുന്നു, അത്രയും മോശപ്പെട്ട കാര്യങ്ങളിൽ ഏർപ്പെടാതെ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ഹാദിമീങ്ങളായി SSFലും SVSലും SBS-ലൊക്കെ സംഘടിച്ച് പ്രവർത്തിച്ച്, നമ്മൾ പാവങ്ങളാണ്, നമ്മളെ കയ്യിൽ അമലുകളൊന്നുമില്ലെങ്കിലും നമ്മളെ നേതാക്കൾ, നമ്മളെ ഈ സംഘടനകൾ ഉണ്ടാക്കി തന്നവർ വലിയ വലിയ മഹാന്മാരാണ്. അവരെ സ്നേഹിച്ച കാരണത്താൽ, അവരുണ്ടാക്കിയ സംഘടനയിൽ പ്രവർത്തിച്ച കാരണത്താൽ നാളെ പരലോകത്ത് രക്ഷപ്പെടാൻ കഴിയും. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരു സഹാബി ഒന്ന് ചോദിച്ചില്ലേ, നബിയെ, ഒരാളെ ഞങ്ങൾ ഇഷ്ടം വെക്കുന്നു, ഒരാളെ ഞങ്ങൾ സ്നേഹിക്കുന്നു. നമ്മൾ താജുൽ ഉലമനെ സ്നേഹിച്ചില്ലേ? നമ്മൾ നൂറുൽ ഉലമയെ സ്നേഹിക്കുന്നു, പൊസോട്ട് തങ്ങൾ ഉസ്താദിനെ സ്നേഹിക്കുന്നു, അതുപോലെ താലിമീങ്ങൾ സാദാത്യങ്ങളെ സ്നേഹിക്കുന്നു. അങ്ങനെ സ്നേഹിച്ചത് കൊണ്ടല്ലേ അവരുടെ സംഘടനയ്ക്ക് കീഴിൽ നമ്മൾ ഒരുമിച്ച് കൂടുന്നത്. അങ്ങനെ സ്നേഹിക്കുന്നു. അവരെ സ്നേഹിക്കാൻ കാരണം അവരെ സമ്പത്ത് കണ്ടിട്ടല്ല, അവരെ ദുന്യവിയായ ഒന്നും കണ്ടിട്ടല്ല, മറിച്ച് അവർ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ കണ്ടുകൊണ്ടാണ്, അവരുടെ ഇബാദത്ത് കണ്ടാണ്, അവിടുത്തെ ദീനി ഖിദ്മകൾ കണ്ടിട്ടാണ് നമ്മൾ സ്നേഹിക്കുന്നത്. പക്ഷേ വലാ യഅമലു ബിമിസ്ലിഹി, അവർ ചെയ്യുന്നത് പോലെ നമുക്ക് ചെയ്യാൻ കഴിയുന്നില്ല. അവർ നിസ്കരിച്ചതുപോലെ നമുക്ക് നിസ്കരിക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ അവരെ സ്നേഹിക്കുന്നു. എന്താണ് നബിയെ അവരവസ്ഥ? ഹബീബായ തങ്ങൾ പറഞ്ഞത്, അൽ മർഉ മഅ മൻ ഹബ്ബ, നീ ആരെയാണോ സ്നേഹിക്കുന്നത് അവന്റെ കൂടെയായിരിക്കും പരലോകത്തുനിന്ന്. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി. അതുകൊണ്ട് സാദാത്യങ്ങളെ ഉസ്താദമാരൊക്കെ സ്നേഹിച്ച് നമ്മൾ രക്ഷപ്പെടണം എന്നെ ചെറുപ്പക്കാരോട് വസിയത്ത് ചെയ്യുകയാണ്. പരലോകത്തെത്തുന്ന സമയത്ത്, എല്ലാവരും പേടിച്ചു പോകുന്ന സമയത്ത്, അവിടെ എല്ലാവർക്കും സമാധാനം നൽകുന്ന നേതാവ് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ആ തങ്ങളെ മഹബ്ബത്ത് വെക്കണം. ഒരു 100 സ്വലാത്ത് ജീവിതത്തിൽ നമ്മൾ ചെല്ലുന്നവരാകണം. ഒരു 100 സ്വലാത്ത്, കൂടുതലൊന്നും പറയുന്നില്ല. ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു, അവിടുത്തെ വഫാത്തിന്റെ മാസമാണിത്. ഗസാലി ഇമാം തങ്ങൾ അവിടുത്തെ മുഖാശഫത്തുൽ ഖുലൂബിൽ പറയുന്നത് കാണാം, ഒരു മനുഷ്യൻ അദ്ദേഹം സ്വലാത്ത് ചൊല്ലും, പക്ഷേ ചിലപ്പോഴൊക്കെ നഷ്ടപ്പെടും. നമ്മളൊക്കെ അങ്ങനെയല്ലേ, സ്വലാത്ത് ചൊല്ലും, പക്ഷെ എല്ലാ ദിവസവും ചെല്ലാൻ കഴിയില്ല. അങ്ങനത്തെ ഒരു നല്ല മനുഷ്യന് ഉറങ്ങുന്ന സമയത്തതാ ഉറക്കത്തിൽ ഹബീബായ തങ്ങളെ സ്വപ്നം കാണുന്നു. പക്ഷേ ആ മനുഷ്യന് നബി തങ്ങൾ മെയിൻറ്റ് ചെയ്യുന്നില്ല. അയാളോട് ചൊടി കാണിക്കുകയാണ്, മുഖം തിരിച്ചു കളയുകയാണ്. അയാൾ വിഷമം കൊണ്ട് ചോദിച്ചു, എന്താണ് നബിയെ, എന്നെ മെയിൻറ്റ് ചെയ്യാത്തത് എന്താണ്? എന്നിൽ നിന്ന് മുഖം തിരിച്ചു കളയുന്നത് എന്താണ്?
അപ്പൊ തങ്ങള് പറഞ്ഞു, എനിക്ക് നിന്നെ അറിയില്ല, എനിക്ക് നിന്നെ അറിയില്ല. അയാൾ പറഞ്ഞു, എങ്ങനെ അറിയാതിരിക്കും, ഞാൻ നിങ്ങളെ ഉമ്മത്തിയല്ലേ, ഞാൻ അവിടുത്തെ ഉമ്മത്തിയല്ലേ. വഖദ് ഖാലൽ ഉലമാഉ, പണ്ഡിതന്മാർ പറയുന്നുണ്ടല്ലോ, ഒരു ഉമ്മാക്ക് മകനോട് വലിയ സ്നേഹമായിരിക്കും നമ്മൾ അനുഭവിച്ചവരാണ്. ആ ഉമ്മാക്ക് മകനോടുള്ള സ്നേഹം അത് വലിയ സ്നേഹമാണ്. അതിനേക്കാളും വലിയ സ്നേഹമാണ് ഹബീബായ തങ്ങൾക്ക് ഈ ഉമ്മത്തിനോടുള്ളത്. ഉമ്മാക്ക് മകനോടുണ്ടാകുന്നതിനേക്കാളും വലിയ സ്നേഹമാണ് നബി തങ്ങൾക്ക് ഈ ഉമ്മത്തിങ്ങളായ പാവങ്ങളായ നമ്മളോടുള്ളത്. എത്ര സംഭവങ്ങൾ അതിന് ഉദാഹരണമാണ്. ഒരു ദിവസം ഇരിക്കുന്ന സമയത്ത് അവിടുന്ന് പറഞ്ഞില്ലേ, യാ ലൈതനീ ലഖീതു ഇഖ്വാനി, എൻ്റെ കൂട്ടുകാരെ, എൻ്റെ സഹോദരങ്ങളെ എനിക്ക് കാണാൻ പറ്റിയില്ലല്ലോ, എൻ്റെ ചങ്ങായിമാരെ കാണാൻ പറ്റിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ഉടനെ സദസ്സ് അബൂബക്കർ തങ്ങളെ ചോദിച്ചു, അലൈസ നഹ്നു ഇഖ്വാനക, നബിയെ ഞങ്ങളല്ലേ തങ്ങളെ കൂട്ടുകാർ, ഞങ്ങളല്ലേ തങ്ങളെ സഹോദരങ്ങള്, എന്താണ് ഈ പറയുന്നത്? അപ്പൊ പറഞ്ഞില്ല, നിങ്ങളല്ല എൻ്റെ ചങ്ങാതിമാര്, നിങ്ങളല്ല എൻ്റെ കൂട്ടുകാര്, അന്തും അസ്ഹാബീ, നിങ്ങൾ എൻ്റെ സ്വഹാബത്താണ്. എൻ്റെ കൂട്ടുകാരെന്ന് പറഞ്ഞാൽ അല്ലദീന ലം യറൗനി, എന്നെ അവർ കണ്ടിട്ടില്ല, എന്നെ നേരിട്ട് കാണാത്തവരാണ് എൻ്റെ കൂട്ടുകാർ. പക്ഷേ ആമനൂബി, പക്ഷേ എന്നെ അവർ വിശ്വസിച്ചിട്ടുണ്ട്. നിങ്ങൾ എന്നെ കണ്ടവരാണ്, എന്നെ കണ്ട് വിശ്വസിച്ചവരാണ്, എൻ്റെ മൂജിസത്തുകൾ നേരിട്ട് അനുഭവിച്ച് മുസ്ലിമായവരാണ്. പക്ഷേ എന്നെ കണ്ടിട്ടില്ല, എൻ്റെ മൂജിസത്തുകൾ അനുഭവിച്ചിട്ടില്ല, എന്നിട്ടും എന്നെ വിശ്വസിച്ചവരാണ് എൻ്റെ മുഅ്മിനീങ്ങൾ, എൻ്റെ കൂട്ടുകാർ. നമ്മളെ പറ്റിയിട്ടല്ലേ പറയുന്നത്, നമ്മളെ വിചാരിച്ചല്ലേ അവർന്ന് വിഷമിക്കുന്നത്. എന്നിട്ട് സ്വഹാബത്തിനോട് പറയും, അവരെന്നെ വിശ്വസിച്ചു, വഅഹബ്ബൂനി, അവരെന്നെ പിരിസം വെച്ചു, എന്നെ പിരിസം വെച്ചു, ഞാൻ അവരെയും പിരിസം വെക്കുന്നു, ഞാൻ അവരെയും സ്നേഹിക്കുന്നു. അവരെന്നെ കണ്ടിട്ടില്ല, പക്ഷെ എന്നെ വിശ്വസിച്ചവരാണ്, പക്ഷെ എന്നെ സ്നേഹിച്ചവരാണ്, ഞാൻ അവരെ സ്നേഹിക്കുന്നു. സഹാബത്തെ ഫഅഹിബ്ബഹും, നിങ്ങളും അവരെ സ്നേഹിക്കണം. സഹാബത്തിനോട് പറയാൻ, നമ്മളോടുള്ള പിരിസമല്ലേ അത്. പിന്നൊരു ദിവസം അവിടുന്ന് ഇങ്ങനെ ഇരുന്നു കൊണ്ട് സുബ്ഹാനല്ലാഹ്, ഉമ്മത്തി ഉമ്മത്തി എന്ന് പറഞ്ഞ് കരയുകയാണ്, വിളി കൊടുക്കുകയാണ്. ഉടനെ ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നു. എന്താ വിഷമം? അപ്പൊ പറഞ്ഞു, രണ്ട് നബിമാര് പറഞ്ഞ ആയത്തുകൾ ഓതി, ഇബ്രാഹിം നബി അലൈഹിസ്സലാമും അതുപോലെ ഈസാ നബി അലൈഹിസ്സലാമും. എന്നിട്ട് പറഞ്ഞു, ഈ രണ്ട് നബിമാരും അവരെ ഉമ്മത്തിന്റെ വിഷയത്തിൽ വലിയ ടെൻഷൻ എടുത്തിട്ടില്ല. ഉമ്മത്തിന് അള്ളാഹ് ശിക്ഷിക്കുകയാണെങ്കിൽ ശിക്ഷിച്ചോട്ടെ, അല്ലെങ്കിൽ അള്ളാഹ് പുറത്തു കൊടുക്കുകയാണെങ്കിൽ അതിനുള്ള കഴിവുള്ളവനാണ്, അത്രേ പറഞ്ഞത്. പക്ഷേ എൻ്റെ ഉമ്മത്ത് നരകത്തിൽ കിടക്കുന്നത് എനിക്ക് സഹിക്കൂല, എനിക്കതിൽ വലിയ വിഷമമുണ്ട്. ഉടനെ ജിബ്രീൽ അലൈഹിസ്സലാം അല്ലാഹുവിനോട് പറയുന്നു, അല്ലാഹു ആ സമയത്ത് വാക്ക് കൊടുത്തില്ലേ, ഇന്നാ സതുർദീക ഫി ഉമ്മത്തിക, നബിയെ നിങ്ങളെ ഉമ്മത്തിന്റെ വിഷയത്തിൽ നിങ്ങളെ നമ്മൾ സന്തോഷിപ്പിക്കുന്നതാണ്, വലാ നസൂക, നിങ്ങളെ വിഷമിപ്പിക്കൂല. അവിടുന്ന് അല്ലാഹു വാക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ ഉമ്മത്തിന്റെ പവർ കിട്ടണമെങ്കിൽ സ്വലാത്ത് ചെല്ലണം. അപ്പൊ തങ്ങൾ പറഞ്ഞില്ലേ, ഇസൻ വവാഹിദുൻ മിൻ ഉമ്മത്തി ഫിന്നാർ, ലാ അർളാ വവാഹിദുൻ മിൻ ഉമ്മത്തി ഫിന്നാർ, എൻ്റെ ഉമ്മത്തിൽ നിന്ന് ഏതെങ്കിലും ഒരുത്തൻ നരകത്തിലുള്ള കാലത്തോളം എൻ്റെ മനസ്സിന് സമാധാനം വരില്ല. ഉമ്മത്തിനെ വല്ലാതെ സ്നേഹിച്ച നേതാവാണ്. ഏതുമാവട്ടെ, അപ്പൊ ഈ മനുഷ്യൻ പറഞ്ഞു, ഒരു ഉമ്മാക്ക് മകനോടുണ്ടാകുന്നതിനേക്കാളും വലിയ സ്നേഹമാണല്ലോ തങ്ങൾക്ക്, പിന്നെ എന്തേ എന്നെ അറിയാത്തത്? അപ്പൊ തങ്ങൾ പറഞ്ഞു, വഖദ് സദഖു, ആലിമീങ്ങൾ പറഞ്ഞതൊക്കെ ശരിയാണ്, പക്ഷേ എൻ്റെ ഉമ്മത്തിനെ ഞാൻ അറിയൽ ബിഖദരി സ്വലാത്തിഹിം അലയ്യ, ബിഖദരി സ്വലാത്തിഹിം അലയ്യ, എൻ്റെ മേൽ സ്വലാത്ത് ചെല്ലുന്നതിനനുസരിച്ചാൽ. സ്വലാത്ത് ചെല്ലണം,
ആ മനുഷ്യൻ ഉറക്കിൽ നിന്ന് എഴുന്നേറ്റു 100 സ്വലാത്ത് ചെല്ലാൻ തീരുമാനമെടുത്തു. ഒരു നിലക്കും അത് വിട്ടുപോകാൻ പാടില്ല. എത്ര വലിയ തിരക്ക് വന്നാലും ആ രൂപത്തിലങ്ങ് എടുക്കണം. ആ മനുഷ്യൻ വീണ്ടും തങ്ങളെ സ്വപ്നത്തിൽ കണ്ടു. അവിടുന്ന് പറഞ്ഞു, എനിക്ക് നല്ല അറിയാം, എനിക്ക് വേണ്ടി ഞാൻ ശഫാഅത്ത് ചെയ്യുമെന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഹദീസിന്റെ കിതാബിൽ തന്നെ കാണാം, ഇന്ന ഔലന്നാസി ബി യൗമൽ ഖിയാമത്തി അക്സറഹും അലൈഹി സ്വലാത്ത്. അതിന്റെ വിശദീകരണം പല രൂപത്തിൽ മഹാന്മാർ അർത്ഥം പറഞ്ഞ സ്ഥലത്ത് കാണാം. അഹഖഹും ബി ശഫാഅത്തി, എന്റെ ശഫാഅത്ത് കിട്ടാൻ ഏറ്റവും അർഹതപ്പെട്ടവൻ എന്റെ മേൽ സ്വലാത്ത് അധികരിപ്പിക്കുന്നവനാണ്. അതുകൊണ്ട് എൻ്റെ മുഅ്മിനീങ്ങൾ, നമ്മളെല്ലാവരും സ്വലാത്തിൻ്റെ ആളുകളായി മാറണം. മഹാന്മാരെ സ്നേഹിക്കണം. ദിക്റിൻ്റെയും സ്വലാത്തിൻ്റെയും നല്ല നല്ല മജ്ലിസുകൾ കൂടി രക്ഷപ്പെടണം. അല്ലാഹു നമ്മളെല്ലാവരെയും വിജയിച്ചവരിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. കൂടുതൽ നീട്ടിക്കൊണ്ടുപോകുന്നില്ല. അല്ലാഹു നമ്മളെ മജ്ലിസ് കബൂൽ ചെയ്യുമാറാവട്ടെ. ഇതിനുവേണ്ടി സഹകരിച്ച, സഹായിച്ച, പ്രവർത്തിച്ച എല്ലാവർക്കും അല്ലാഹു ദുനിയാവും ആഖിറവും സന്തോഷത്തിലാക്കി കൊടുക്കുമാറാവട്ടെ. ഇവിടെ തേന് ഒരാൾ നൽകിയിട്ടുണ്ട്. അദ്ദേഹം നല്ലൊരു ഉദ്ദേശം വെച്ചിട്ടുണ്ട്. അല്ലാഹു അർഹമുർ റഹീമീനായ അല്ലാഹ്, അർഹമുർ റഹീമീനായ അല്ലാഹ്, അർഹമുർ റഹീമീനായ അല്ലാഹ്, ആ തേന നൽകിയ മനുഷ്യന്റെ എന്ത് ഹലാലായ ഉദ്ദേശങ്ങളുണ്ടോ നീ പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ലാഹ്, നീ പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ലാഹ്, നീ പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ലാഹ്. എല്ലാ ശർറുകളിൽ നിന്നും നീ സലാമത്താക്കണേ അല്ലാഹ്, ബർക്കത്ത് ഏറ്റി നൽകണേ അല്ലാഹ്. ഈ പരിപാടിക്ക് സഹകരിച്ച, പ്രവർത്തിച്ച ഉസ്താദുമാരടക്കം കമ്മറ്റവാരവാഹികൾ എല്ലാവർക്കും അല്ലാഹു ആഫിയത്തും ദീർഘായുസ്സും അല്ലാഹു നൽകുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് ഇനി അത് ഒന്ന് ലേലം വിളിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ജലാലിയൻ്റെ മജ്ലിസിൽ വെച്ചതാണ്. നല്ല ബർക്കത്തുണ്ടാവും. നല്ല നീയത്തിൽ കൊണ്ടുപോയിക്കോളൂ. ഇൻഷാ അല്ലാഹ് അതിൻ്റെ ഫലം കാണും. അതുകൊണ്ട് പെട്ടെന്നൊന്ന് വിളിച്ച് എനിക്ക് പോകാനും കുട്ടികൾക്കുള്ളതാണ്. നിങ്ങൾ തന്നെയല്ലേ ഇത് ഉഷാറാക്കണ്ടേ? വേഗം പറഞ്ഞു. ഇങ്ങനെ സമയം കളയുന്നില്ല. ഒരു 313 ഉറുപ്പ്യക്ക് ഇൻഷാ അല്ലാഹ് അത് തരും. ആരാഴ്ച വന്നിട്ട് കൊണ്ടുപോയിക്കൊള്ളു. പൈസ പിന്നെ കൊടുത്താലും മതിയാവും. നല്ല നെയ്യത്തിൽ ഇൻഷാ അല്ലാഹ് 313 ഉറുപ്പ്യ കൊടുക്കാൻ കഴിയും. അല്ലാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. അല്ലാഹു അത് കൊണ്ടുപോയി കഴിക്കുന്നവരെ എല്ലാ രോഗങ്ങളും അല്ലാഹു ശിഫയാക്കി കൊടുക്കട്ടെ. എല്ലാവരുടെ ഉദ്ദേശങ്ങളും അല്ലാഹു പൂർത്തീകരിച്ചു കൊടുക്കട്ടെ. അല്ലാഹു ആഫിയത്തും ദീർഘായുസ്സും അല്ലാഹുവിന്റെ പൊരുത്തത്തിൽ അല്ലാഹു നൽകുമാറാവട്ടെ. അൽഹംദുലില്ലാഹ്. അടുത്ത പള്ളിയിലുള്ള നിങ്ങളെ ലത്തീഫ് സാഹിബ് ഭാര്യ ഗർഭിണിയാണ്. അല്ലാഹു യാ അർഹമർ റഹീമീൻ, യാ അർഹമർ റഹീമീൻ, യാ അർഹമർ റഹീമീൻ, അർഹമർ റഹീമീനായ അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാഹ്, ഈ ജലാലിയ റാത്തീബിന്റെ ബർക്കത്ത് കൊണ്ട് റഹ്മർ റഹീമീന അല്ലാഹ് ഖൈറായ സമയത്ത് ഖൈറായ ആഫിയത്തുള്ള ഒരു സന്താനം നീ നൽകണേ അല്ലാഹ്. സുഖപ്രസവമാക്കി കൊടുക്കണേ അല്ലാഹ്. ആഫിയത്തുള്ള സന്താനമാക്കി കൊടുക്കണേ അല്ലാഹ്. ഒരു ബുദ്ധിമുട്ടോ ഒരു പ്രയാസോ ഖാസിം വലിയുള്ളാന്റെ ഹക്ക് കൊണ്ട് നീ നൽകല്ല റഹ്മാനെ, നീ നൽകല്ല റഹ്മാനെ. എളുപ്പത്തിൽ റാഹത്തിൽ ഖൈറായ സമയത്ത് നീ അത് എളുപ്പമാക്കി കൊടുക്കണേ അല്ലാഹ്. സ്വാലിഹീങ്ങളെ സന്താനങ്ങളിൽ എല്ലാ മക്കളെയും ഞങ്ങളെല്ലാവരുടെയും മക്കളെയും ഉൾപ്പെടുത്തണേ അല്ലാഹ്. ആ കുടുംബത്തിന് നീ ഖൈറും ബർക്കത്തും ചൊരിയണേ അല്ലാഹ്. എല്ലാ സ്ഥാപനവും
അല്ലാഹു കബൂലാക്കട്ടെ. മദനി ഉസ്താദിനും കുടുംബത്തിനും അല്ലാഹു എല്ലാ ഖൈറുകളും അല്ലാഹു ചൊരിഞ്ഞു കൊടുക്കുമാറാവട്ടെ. എല്ലാ വിഷമങ്ങളും അല്ലാഹു ദൂരീകരിക്കട്ടെ. രോഗികളായ എല്ലാവർക്കും അല്ലാഹു ശിഫ നൽകുമാറാവട്ടെ. അല്ലാഹുവിൻ്റെ പൊരുത്തത്തിൽ ആഫിയത്തുള്ള ദീർഘായുസ്സ് അല്ലാഹു നൽകുമാറാവട്ടെ. എല്ലാ ആഫത്ത് മുസീബാത്ത് മാരക രോഗങ്ങളിൽ നിന്ന് ഇനി വാങ്ങുന്ന ഞങ്ങളെ എല്ലാവരെയും നീ സലാമത്താക്കണേ അല്ലാഹ്. വേഗം അല്ലാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. അല്ലാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. അല്ലാഹു കുടുംബത്തിൽ അല്ലാഹു ഖൈറും ബർക്കത്തും ചൊരിയട്ടെ. അവരെല്ലാ ഹലാലായ ഉദ്ദേശങ്ങൾ അല്ലാഹു പൂർത്തീകരിച്ചു കൊടുക്കട്ടെ. അവരിൽ നിന്ന് മരിച്ചുപോയവരുടെ ഖബറിലേക്ക് ഇതിന്റെ സവാബ് അല്ലാഹു എത്തിച്ചു കൊടുക്കട്ടെ. എല്ലാ നിലക്കും ഖൈറും ബർക്കത്തും ആഫിയത്തും ദീർഘായുസ്സും അല്ലാഹു നൽകുമാറാവട്ടെ. അൽഹംദുലില്ലാഹ്, അല്ലാഹു കബൂൽ ചെയ്യട്ടെ. അല്ലാഹു അവരെ കുടുംബത്തിനും എല്ലാവർക്കും അല്ലാഹു ഖൈറും ബർക്കത്തും ആഫിയത്തും അല്ലാഹു നൽകട്ടെ. അവരുടെ കുടുംബങ്ങളെ അവരുടെ എല്ലാ ഹലാലായ ഖൈറായ ഉദ്ദേശങ്ങൾ അല്ലാഹു പൂർത്തീകരിച്ച് സന്തോഷം അല്ലാഹു നൽകുമാറാവട്ടെ. ഈ ജലാലിയുടെ ബർക്കത്ത് കൊണ്ട് മാരക രോഗങ്ങളിൽ നിന്നും ആഫത്ത് മുസീബാത്ത് എല്ലാ ശർറുകളിൽ നിന്നും അവരെയും കുടുംബത്തെയും അല്ലാഹു സലാമത്താക്കട്ടെ. അവരെല്ലാ ഹലാലായ ഉദ്ദേശങ്ങൾ അല്ലാഹു പൂർത്തീകരിച്ച് സന്തോഷവും ആഫിയത്തും ഇസ്സത്തും അല്ലാഹു ഏറ്റു നൽകുമാറാവട്ടെ. ഒരു ചെറിയ കുട്ടികളാണ്. അല്ലാഹു ആ കുട്ടിക്കും കുടുംബത്തിനും അല്ലാഹു ഖൈറും ബർക്കത്തും ആഫിയത്തും അല്ലാഹു നൽകുമാറാവട്ടെ. അവരുടെ എല്ലാവരുടെയും ഹലാലായ ഖൈറായ ഉദ്ദേശങ്ങൾ നീ പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ലാഹ്. രോഗങ്ങൾ ശിഫയാക്കി കൊടുക്കണേ അല്ലാഹ്. ഖൈറിന്റെ ഫത്ഹ് വാതിലുകൾ നീ തുറന്നു കൊടുക്കണേ റഹ്മാനെ. ഇൻഷാ അല്ലാഹ് ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും ഇൻഷാ അല്ലാഹ് ദുആർക്ക് എല്ലാവരും ഞാൻ നല്ല അടുത്ത് വന്നിട്ട് നല്ലൊരു സംഖ്യ, ഒരു 100 റുപ്യുള്ള ആൾക്കാർ 100 റുപ്യ തന്നെ പിടിച്ചോ. അവിടെ തരണ്ട, ഇവിടെ ഒന്ന് നിന്നാൽ മതി. ദുആ കഴിഞ്ഞ ഉടനെ ഇൻഷാ അല്ലാഹ് ഈ ലൈറ്റ് ഒന്ന് തിരിക്കുവോ, അല്ലെ ഓഫാക്കോ, അടുത്ത് വന്നോളി. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. അതൈനാ താലിബിൽ റിഫ്ദി വജുല്ലിൽ ഖൈരി വസ്സഅദി فوسر منحة الليل بأهل البدير يا الله. صلاة الله رسول الله. صلاة الله سلام الله على ياسين حبيب الله. فلا تردد مع الخيبة بل اجعلنا على الطيبة. يا ذا العز والهيبة بأهل البدير يا الله. صلاة الله سلام الله على طه رسول الله. وإن تردد فمن نأتي لنيل جميع حاجاتي. هيا جال الملمات بأهل البدير يا الله. صلاة الله
സലാമുല്ലാ അലാ ത്വാഹ റസൂലില്ലാ സ്വലാത്തുല്ലാ സലാമുല്ലാ അലാ യാസീൻ ഹബീബില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അൽഹംദുലില്ലാഹി الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد يا أرحم الراحمين يا أرحم الراحمين يا أرحم الراحمين أرحم الراحمين يا الملك الجبار يا الله ഞങ്ങളെ മജ്ലിസ് കബൂലാക്കണേ അല്ലാ ഞങ്ങളെ മജ്ലിസ് സ്വീകരിക്കണേ അല്ലാ ഞങ്ങൾ ചെയ്ത എല്ലാ സൽക്രമങ്ങളും നീ സ്വീകരിക്കണേ അല്ലാ ഞങ്ങളെ തെറ്റുകുറ്റങ്ങൾ കാരണം നീ തള്ളിക്കളയല്ല റഹ്മാനെ ഈ മജ്ലിസിന്റെ മുഴുവൻ മിസ്ലു സവാബ് ഞങ്ങളെ നേതാവ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹദ്റത്തിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാ മുഴുവൻ അമ്പിയാക്കൾ ഔലിയാക്കൾ സ്വാലിഹീങ്ങളെ ഹദ്റത്തിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാ ഞങ്ങളെ അജ്ദാദ് ജദ്ദാത്ത് മശായിഖന്മാർ ഉസ്താദുമാർ പ്രത്യേകിച്ച് ഇതിൻ്റെ മശായിഖന്മാർ ഇവിടെ പ്രത്യേകം സ്മരിക്കപ്പെട്ടവർ അവരെല്ലാം ഹദ്റത്തിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാ അവരെ ഫുയുലാത്ത് ഞങ്ങളിലേക്ക് ഈ നാട്ടിലേക്ക് നീ ഇറക്കി തരണേ അല്ലാ അവരെ മദദിൽ കൊണ്ട് ഞങ്ങളെ നീ സഹായിക്കണേ അല്ലാ അവരെ ഹിഫ്ളിൽ ഞങ്ങളെ നീ ആക്കി തരണേ അല്ലാ അർഹമുർ റഹീമീനായ അല്ലാ ഞങ്ങളെ കബൂലാക്കണേ അല്ലാ ഞങ്ങൾ പാവങ്ങളാണ് ഞങ്ങൾ പാപികളാണ് ഞങ്ങൾ ആഖിറുസ്സമാനിൻ്റെ ചണ്ടികളാണ് നിനക്ക് എങ്ങനെ ഇബാദത്തെടുക്കണം പോലും ഞങ്ങൾക്കറിയില്ല വല്ല തെറ്റുകളും കുറവുകളും വന്നിട്ടുണ്ടെങ്കിൽ നീ കുറവില്ലാത്തവനല്ലേ അല്ലാ നീ കബൂലാക്കണേ അല്ലാ നീ സ്വീകരിക്കണേ അല്ലാ നീ സ്വീകരിക്കണേ അല്ലാ നീ പൊരുത്തപ്പെടുന്ന ഒരുപാട് നല്ല മജ്ലിസുകൾ കൂടാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ അല്ലാ തൗഫീക്ക് തരണേ അല്ലാ അല്ലാ ഞങ്ങളെ പവറല്ല ഞങ്ങളിവിടെ എത്തിയത് നീയാണ് ഞങ്ങളെ എത്തിച്ചത് ഇനിയും ഒരുപാട് നല്ല കാര്യങ്ങൾക്ക് നീ തൗഫീക്ക് നൽകണേ അല്ലാ ഇഖ്ലാസ് നൽകണേ അല്ലാ ഇഖ്ലാസ് നൽകണേ അല്ലാ ഇഖ്ലാസ് നൽകണേ അല്ലാ ഞങ്ങളെ ദീനീ ഖിദ്മകളെ നീ കബൂലാക്കണേ അല്ലാ നീ കബൂലാക്കണേ അല്ലാ ഞങ്ങളെ നിയ്യത്തിലോ ഇഖ്ലാസിലോ കുറവ് വന്നിട്ടുണ്ടെങ്കിൽ നീ പുറത്തു തരണേ അല്ലാ നീ തെരഞ്ഞെടുത്ത ദീനിന്റെ ഖാദിമീങ്ങളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാ ഞങ്ങൾ ഉദ്ദേശിച്ച പ്രത്യേകിച്ച് ഈ നാട്ടിൽ ഉദ്ദേശിച്ച എല്ലാ കാര്യങ്ങളും നീ വിജയിപ്പിക്കണേ അല്ലാ നിന്റെ പൊരുത്തത്തിലാക്കി തരണേ അല്ലാ റബ്ബേ ഞങ്ങൾ പാവങ്ങളാണ് പാപികളാണ് ആഖിറുസ്സമാനിന്റെ ചണ്ടികളാണ് എല്ലാ തിന്മകളുടെ ഇടയിലാണ് ഞങ്ങൾ ജീവിക്കുന്നത് ഞങ്ങളെ സർവ്വ തെറ്റുകളും നീ പൊറുക്കണേ അല്ലാ നീ പൊറുക്കണേ അല്ലാ നീ പൊറുക്കണേ അല്ലാ തെറ്റുകൾ ചെയ്യാത്ത നല്ലൊരു ജീവിതത്തിന് ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകണേ അല്ലാ ഞങ്ങളെ ഉമ്മവാപ്പമാര് ഉസ്താദുമാര് ഭാര്യ മക്കള് സഹോദര സഹോദരിമാര് കുടുംബക്കാര് സ്നേഹിച്ചവര് സഹായിച്ചവര് ദുആ വസിയ്യത്ത് ചെയ്തവര് ഇവിടെ ഒരുമിച്ച് കൂടിയവര് തേന് വാങ്ങിയവർ ഇതിനു വേണ്ടി സഹകരിച്ചവര് സഹായിച്ചവര് പ്രവർത്തിച്ചവര് സർവ്വരുടെ സർവ്വ തെറ്റുകളും നീ പൊറുക്കണേ അല്ലാ ഈ മജ്ലിസ് കൊണ്ട് നീ പൊറുക്കണേ അല്ലാ മഗ്ഫൂരീങ്ങളായിട്ടുള്ള മരണം ഞങ്ങൾക്കും അവർക്കും നീ തരണേ അല്ലാ ചോദിക്കാൻ അർഹതയില്ലെങ്കിലും നീ തരാൻ അർഹതപ്പെട്ടവനാണല്ലോ റഹ്മാനേ ഞങ്ങളെ സർവ്വ തെറ്റുകളും നീ പൊറുക്കണേ അല്ലാ ഇനിയുള്ള ജീവിതം നിന്റെ പൊരുത്തത്തിൽ നീ ആക്കി തരണേ അല്ലാ അല്ലാ നിന്നെ റബ്ബായി സ്വീകരിച്ച് ഇന്ന് വരെ നിന്റെ മുന്നിൽ സുജൂദ് ചെയ്ത അടിമകളാണ് ഞങ്ങളെ തള്ളിക്കളയല്ല റഹ്മാനേ ഞങ്ങളെ കബൂലാക്കണേ അല്ലാ ഞങ്ങളെ ഹൃദയങ്ങളെ സലീമാക്കണേ അല്ലാ ഹൃദയങ്ങളെ സലീമാക്കണേ അല്ലാ മരിക്കുന്നതിന് മുമ്പായി നസൂഹായ തൗബയും സലീമായ ഖൽബും നീ തരണേ അല്ലാ അത് തന്നിട്ടല്ലാതെ തിരിച്ചു വിളിക്കല്ല റഹ്മാനേ അർഹമുർ റഹീമീനായ അല്ലാഹ് ഞങ്ങൾക്കും അവർക്കും
ഞങ്ങൾ എണ്ണി പറഞ്ഞ സർവർക്കും നീ നല്ലൊരു മരണം നീ തരണേ അല്ലാ. മരിക്കുന്ന സമയത്ത് നിന്നോടും നിന്റെ അടിമകളോടുള്ള ഹക്കടപാടുകൾ വീട്ടി മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ആഖിറത്തിലേക്ക് തിരിഞ്ഞ് റബ്ബായ നിന്നെ കാണാൻ ഏറെ ഇഷ്ക് വരുന്ന സമയത്ത് ഞങ്ങളെ ഹബീബായ ഞങ്ങളെ പുഞ്ചിരിക്കുന്ന മുഖം കണ്ട് നല്ലൊരു മരണം ഞങ്ങൾക്ക് നീ തരണേ അല്ലാ. ഈ മജ്ലിസ് അതിന് നീ കാരണമാക്കി തരണേ അല്ലാ. പെട്ടെന്നുള്ള മരണങ്ങളിൽ ഞങ്ങളെ നീ പെടുത്തല്ല റഹ്മാനെ. അപകട മരണങ്ങളിൽ പെടുത്തല്ല റഹ്മാനെ. ചീത്ത മരണങ്ങളിൽ ഞങ്ങളെ നീ പെടുത്തല്ല റഹ്മാനെ. ഞങ്ങളെ തെറ്റുകൾ കാരണം ഞങ്ങളെ ആക്കിബത്ത് നീ മോശപ്പെടുത്തല്ല റഹ്മാനെ. ഞങ്ങളെ നീ നന്നാക്കണേ അല്ലാ. ഞങ്ങളെ നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. നിന്റെ പൊരുത്തത്തിൽ ഞങ്ങളെ നീ ആക്കി തരണേ അല്ലാ. ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാ. ഇവിടെ ഒരുമിച്ച് കൂടിയ എല്ലാവരും പെണ്ണുങ്ങളും ആണുങ്ങളും ചെറിയവരും വലിയവരും ഇവിടെ ദീനീ ഖിദ്മ ചെയ്യുന്ന ഉസ്താദുമാരടക്കം ഞങ്ങളെല്ലാവരെയും നിന്റെ പൊരുത്തത്തിൽ നീ ആക്കി തരണേ അല്ലാ. പേരിനോ പ്രശസ്തിക്കോ ഹുബ്ബുൽ ജാഹിനോ വേണ്ടി പ്രവർത്തിക്കുന്നതിൽ ഞങ്ങളെ പെടുത്തല്ല റഹ്മാനെ. ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാ. റബ്ബേ, ഇതിനു വേണ്ടി സഹകരിച്ച സഹായിച്ച പ്രവർത്തിച്ച എല്ലാവരെയും നീ സഹായിക്കണേ അല്ലാ. ഞങ്ങൾ പാവങ്ങളാണ്, പാപികളാണ്, ഈമാൻ കുറഞ്ഞവർ, ശ്രമ കുറഞ്ഞവരാണ്. ഞങ്ങളും ഞങ്ങൾ എണ്ണി പറഞ്ഞാർക്കും മാരക രോഗങ്ങൾ നീ തരല്ല റഹ്മാനെ. എയ്ഡ്സ് തരല്ല റഹ്മാനെ. അർഹമുർവാഹിമീനായ റബ്ബേ, ഹാർട്ട് രോഗങ്ങൾ തരല്ല റഹ്മാനെ. ബ്ലോക്ക് തരല്ല റഹ്മാനെ. കിഡ്നി രോഗം തരല്ല റഹ്മാനെ. എല്ലാ മാരക രോഗങ്ങളിൽ നിന്നും നീ സലാമത്താക്കണേ അല്ലാ. ക്യാൻസറിൽ ഞങ്ങളെ കുടുക്കിക്കളയല്ല റഹ്മാനെ. മാനസിക പിരാന്ത് പോലത്തെ രോഗം ഞങ്ങൾക്കോ ഞങ്ങളെ എണ്ണി പറഞ്ഞവർക്കോ ഞങ്ങളെ കുടുംബങ്ങൾക്കോ ഞങ്ങളെ സ്നേഹിച്ച സഹായിച്ച ഭക്ഷണം നൽകിയ ആർക്കും നീ നൽകല്ല റഹ്മാനെ. അർഹമുർവാഹിമീനായ അല്ലാഹ്, ഞങ്ങളെ മുതഅല്ലിമായി പഠിക്കുന്ന സമയത്ത് സ്വന്തം മക്കളെക്കാളേറെ സ്നേഹിച്ച് ഞങ്ങൾക്ക് ഭക്ഷണവും വെള്ളവും എല്ലാം നൽകിയ എത്രയോ നല്ല മനുഷ്യന്മാരുണ്ട്. അവർക്ക് നാളെ സ്വർഗീയ ഭക്ഷണം തിരിച്ചു കൊടുക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകണേ അല്ലാ. ഭാഗ്യം തരണേ അല്ലാ. അവരിൽ രോഗികളായ എല്ലാവർക്കും നീ ശിഫ നൽകണേ അല്ലാ. ഞങ്ങൾ അവസാന ശ്വാസം വിടുന്നത് വരെ നിന്റെ പരിശുദ്ധ ദീനിന്റെ ഖാദിമീകളായി ഞങ്ങളെ നീ നിലനിർത്തി തരണേ അല്ലാ. രോഗത്തിൽ ബാക്കിയാക്കല്ല റഹ്മാനെ. രോഗത്തിൽ കടത്തിക്കളയല്ല റഹ്മാനെ. ഷുഗർ തരല്ല അല്ലാ. കൊളസ്ട്രോൾ തരല്ല അല്ലാ. ഈ കാക്കണേ അല്ലാ. പെട്ടെന്നുള്ള മരണത്തിൽ പെടുത്തല്ല റഹ്മാനെ. റോഡിലോ ഹോസ്പിറ്റലിലോ കടന്ന് മരിക്കേണ്ട അവസ്ഥ തരല്ല റഹ്മാനെ. ഒരുപാട് രോഗികളുണ്ട് ഇവിടെ. പ്രത്യേകം ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരടക്കം ഹോസ്പിറ്റലിലും ഐസിയിലും കിടക്കുന്ന ഒരുപാട് രോഗികളുണ്ട്. എല്ലാവർക്കും നീ ശിഫ നൽകണേ അല്ലാ. ആഫിയത്ത് നൽകണേ അല്ലാ. ആഫിയത്ത് നൽകണേ അല്ലാ. ഞങ്ങൾക്ക് എല്ലാവരുടെ വിഷമങ്ങളും നീ ദൂരീകരിക്കണേ അല്ലാ. എല്ലാ നല്ല ഉദ്ദേശങ്ങളും പൂർത്തീകരിക്കണേ അല്ലാ. ഖൈറായ വീട് തരണേ അല്ലാ. വാഹനം തരണേ അല്ലാ. ജോലി നൽകണേ അല്ലാ. ദാരിദ്ര്യം ഞങ്ങൾക്ക് തരല്ല റഹ്മാനെ. ദാരിദ്ര്യത്തിൽ ഞങ്ങളെ പെടുത്തല്ല റഹ്മാനെ. ഞങ്ങളാവശ്യത്തിന് കൈനീട്ടേണ്ട ദുർഗതി ഞങ്ങളെ ജീവിതത്തിൽ എത്തിക്കല്ല റഹ്മാനെ. ഞങ്ങളെ സന്താന പരമ്പരകൾക്ക് തരല്ല റഹ്മാനെ. ഞങ്ങളെ എണ്ണി പറഞ്ഞാർക്കും നൽകല്ല റഹ്മാനെ. നിന്നെ മറക്കാത്ത സമ്പത്ത് നീ തരണേ അല്ലാ. ഞങ്ങളെ ജോലിയിലും വീടുകളിലും ബിസിനസ്സിലും പള്ളികളിലും തഅലീം തഅല്ലുമിൽ എല്ലാത്തിലും നീ ബർക്കത്ത് ചെയ്യണേ അല്ലാ. എല്ലാ ശർറുകളിൽ നിന്നും നീ സലാമത്ത് നൽകണേ അല്ലാ. സാഹിരീങ്ങളെ സീറിൽ ഞങ്ങളെ കൊടുക്കല്ല അല്ലാ. ആയിരീങ്ങളെ ഐനിൽ കൊടുക്കല്ല അല്ലാ. ഹസ്രീങ്ങളെ അസദിൽ കൊടുക്കല്ല അല്ലാ. എല്ലാ ശർറുകളിലും മഹാന്മാരെ ബർക്കത്ത് കൊണ്ട്
ഈ ജലാലി എൻ്റെ ഹക്ക് കൊണ്ട് അത് ചെയ്തവരിലേക്ക് നീ തിരിച്ചയക്കണേ അല്ലാ. ഞങ്ങളെ സലാമത്താക്കണേ അല്ലാ. ഞങ്ങളെ സ്ഥാപനങ്ങളെ സലാമത്താക്കണേ അല്ലാ. ഞങ്ങളെ വീടുകളെ സലാമത്താക്കണേ അല്ലാ. ഞങ്ങളെ കച്ചവടങ്ങളെ സലാമത്താക്കണേ അല്ലാ. ഈ പള്ളി നീ അപൂർത്തിയിലാക്കണേ അല്ലാ. അപൂർത്തിയിലാക്കണേ അല്ലാ. അപൂർത്തിയിലാക്കണേ അല്ലാ. ഇതിനു വേണ്ടി ഓടി നടക്കുന്നവർ, പ്രവർത്തിക്കുന്നവർ, സഹകരിക്കുന്നവർ, സഹായിക്കുന്നവർ, ഇതിൻ്റെ കമ്പത്തെ ഭാരവാഹികൾ, ഇവിടെ ജോലി ചെയ്യുന്ന ഉസ്താദുമാർ, എല്ലാവർക്കും നീ ശക്തി നൽകണേ അല്ലാ. ഖൈറും ബർക്കത്തും ഏറ്റു നൽകണേ അല്ലാ. ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാ. ഗർഭിണികളായ സ്ത്രീകൾക്ക് നീ സുഖപ്രസവം നൽകണേ അല്ലാ. ആഫിയത്തുള്ള മക്കളെ നൽകണേ അല്ലാ. അവർ ഉദ്ദേശിച്ച ഖൈറായ മക്കളെ നൽകണേ അല്ലാ. ഒരു ബുദ്ധിമുട്ടിലോ പ്രയാസത്തിലോ വിഷമത്തിലോ നീ ആക്കല്ല റഹ്മാനെ. എല്ലാം ചന്തത്തിൽ റാഹത്തിലാക്കണേ റഹ്മാനെ. കല്യാണ പ്രായമെത്തിയ പെൺകുട്ടികൾക്ക് ഖൈറായ ഇണകളെ നീ അടുപ്പിക്കണേ അല്ലാ. മക്കളില്ലാത്തവർക്ക് സ്വാലിഹീങ്ങളായ മക്കളെ നൽകണേ അല്ലാ. നീ തന്നതും ഇനി തരുന്നതുമായ മക്കളെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. ഞങ്ങളെ പരീക്ഷ എഴുതിയ മക്കൾ, ഇനി എഴുതാനിരിക്കുന്ന മക്കൾ ഉന്നത വിജയം നൽകണേ അല്ലാ. അഖിലിൻ്റെ ഫഹമിൻ്റെ ഹിഫ്ളിൻ്റെ ഖുവത്ത് നൽകണേ അല്ലാ. മക്കളെയൊക്കെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. ഞങ്ങളിൽ നിന്ന് പിരിച്ചുപോയവർ, ഈ നാട്ടിലും പരിസര നാട്ടിലും മറവിട്ട് കിടക്കുന്നവർക്ക് ഈ മജ്ലിസ് നേരിട്ട് നീ കാണിച്ചു കൊടുക്കണേ അല്ലാ. സന്തോഷം നൽകണേ അല്ലാ. ആരെങ്കിലും വല്ല ബുദ്ധിമുട്ടിലുണ്ടെങ്കിൽ ഈ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് നീ സലാമത്ത് നൽകണേ അല്ലാ. ഈ സലാമത്ത് നൽകണേ അല്ലാ. ഞങ്ങളെ മരിച്ച് ഖബറിൽ കിടക്കുന്ന സമയത്ത് ഞങ്ങളെല്ലാ മജ്ലിസുകളും ഞങ്ങളെ നേരം പോക്കിന് നീ എത്തിച്ചു തരണേ അല്ലാ. ഞങ്ങൾ SBS-ന്റെ ഇവിടുത്തെ മക്കളെ നീ ശക്തിപ്പെടുത്തണേ അല്ലാ. സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. ഉഖ്റവിയായ മക്കളാക്കണേ അല്ലാ. ഞങ്ങൾ അവസാനത്തെ മജ്ലിസാക്കല്ല റഹ്മാനെ. ഓരോരുത്തരെ വശം അറിയുന്നവൻ നീയാണ്. എല്ലാം നിന്നെ ഏൽപ്പിച്ചു. നീ ഖൈറായതൊക്കെ പൂർത്തീകരിക്കണേ അല്ലാ. കേസിൽ കിടക്കുന്നവരുണ്ട്, ജയിലിൽ അകപ്പെട്ടവരുണ്ട്, സലാമത്ത് നൽകണേ അല്ലാ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ യാ റബ്ബി ബിൽ മുസ്തഫ. واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله توسلنا ببسم الله توسلنا ببسم الله توسلنا برسول الله وكل مجاهد لله وأهل البدر يا الله صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله സുന്നി മഹൽ താജുൽ ഉലമ നഗർ കയ്യൂർ മഞ്ചി നാൾക്കനെ ബൃഹത്ത് അജ്മീർ ആണ്ട് നേർച്ച ഇതേ വരുന്ന 7-ാം തീയതി വെള്ളിയാഴ്ച മഗ്രിബ് നിസ്കാരാനന്തരം ഇൻഷാ അല്ലാ താജുൽ ഉലമ നഗർ കയ്യൂരിൽ വെച്ച് നടക്കുന്നതാണ്. ഷഹീർ അൽ ബുഖാരി പൊസോട്ട് തങ്ങളെ
പൊന്നോമന പുത്രൻ സംബന്ധിക്കുന്നതാണ്. മഞ്ചി ഉസ്താദും സംബന്ധിക്കും. അതുപോലെ തന്നെ ഷിഹാബുദ്ദീൻ തങ്ങൾ ഉദ്യാവർ, പിന്നെ ആരിഫ് ഉസ്താദിൻ്റെ പുള്ളിയായ പേരക്കുട്ടിയായ അനസ് സഖാഫി ശരിയ അവർകളും അതിൽ വരും. ഇൻഷാ അല്ലാഹ് ഈ പരിപാടി എല്ലാവരും വിജയിപ്പിക്കണം. 7-ാം തീയതി സുന്നി മഹലിൽ വെച്ച് സീറിന് വാങ്ങാതെ ആരും പോകണ്ട, എല്ലാവർക്കും സീറിനുണ്ട്. മാസത്തിൽ നടന്നു വരുന്ന മഹിളാ ക്ലാസ് ഈ വരുന്ന ചൊവ്വാഴ്ചയാണ്. എല്ലാ സ്ത്രീകളും വരണം. നിങ്ങൾക്ക് വേണ്ടിയാണ് ഇവിടെ ചെലവഴിച്ചുകൊണ്ട് ഉസ്താദുമാരൊക്കെ വിളിച്ചു വരുത്തുന്നത്. അപ്പം അവർ വരുമ്പോൾ നമ്മുടെ സ്ത്രീകൾ, നാട്ടിലെ സ്ത്രീകൾ അതിനെ വിജയിപ്പിച്ചു കൊടുക്കേണ്ട എല്ലാ ബാധ്യതയും സ്ത്രീകൾ കൊണ്ട് വീട്ടിൽ ചെയ്യേണ്ട കാര്യങ്ങൾ, അതുപോലെ തന്നെ മക്കളെ വളർത്തേണ്ട കാര്യങ്ങൾ, ധാർമ്മികമായ എന്തെല്ലാം വിഷയങ്ങൾ ജീവിതത്തിൽ നമുക്ക് തട്ടുന്നുണ്ടോ ആ വിഷയങ്ങളെക്കുറിച്ചൊക്കെ പ്രതിപാദിക്കുന്ന അത്തരം വനിതാ ക്ലാസുകൾ സ്ത്രീകൾ ദയവ് ചെയ്ത് മിസ് ചെയ്യരുത്. ഇൻഷാ അല്ലാഹ് ഈ പരിപാടിയിലേക്ക് വരണം. നമുക്ക് ഇതുവരെ അൽഹംദുലില്ലാഹ് മഹാനായ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു തആല സിർറുൽ അസീസ് അവർകളെ സ്മരിപ്പിച്ചുകൊണ്ട് സയ്യിദ് മുസ്താഖുർ റഹ്മാൻ തങ്ങൾ നമുക്ക് വേണ്ടി ഇതുവരെ ജലാലിയ റാത്തീബ് നേതൃത്വം നൽകിക്കൊണ്ട് നല്ല ഭംഗിയായി ഈ ഒരു മജ്ലിസ് നമുക്ക് നടത്തി തന്നു. അതുപോലെ തന്നെ തങ്ങളവർക്ക് ഞാൻ എല്ലാ നിലക്കും അഭിനന്ദനങ്ങൾ നേരുന്നു. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഉദ്ഘാടനം ചെയ്തു തന്ന മഹല്ല് ഖത്തീബായ അബൂബക്കർ മദ്നി ഉസ്താദ്, അതുപോലെ തന്നെ ഇവിടുത്തെ സദർ മാലിമായിട്ടുള്ള ഉമർ മദനി ഉസ്താദ്, അതുപോലെ നമുക്ക് ഇവിടെ സ്വാഗതം ചെയ്തു തന്ന മഹൽ ജമാഅത്ത് കമ്മിറ്റിയിലെ സെക്രട്ടറിയായ അബ്ബാസ് മദനി ഉസ്താദ്, അതുപോലെ നമുക്ക് ഈണത്തിൽ ഈ ജലാലിയ റാത്തീബിന്റെ ഓരോ ബൈത്തുകളുടെ ഈരടികൾ നമ്മെ വേണ്ടതുപോലെ കേൾപ്പിച്ചുകൊണ്ട് ആത്മീയ സമൃദ്ധിയിൽ നമ്മെ നിരതരാക്കിയ ആസിഫ് മൊയ്നി ഫൈസാനി അവർകൾ എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ലൈവ് തന്ന, ലൈവിന് വേണ്ടിയൊക്കെ സഹകരിച്ച പിന്നെ താജ്നൂർ മീഡിയ, അതുപോലെ തന്നെ മൈക്ക് സെറ്റ് നൽകിയ ആളുകൾ, ലൈറ്റിങ്ങിന് വേണ്ടി സഹകരിച്ച ആളുകൾ, അതുപോലെ തന്നെ ഇവിടുത്തെ ഈ പരിപാടിക്ക് വേണ്ടി ആഹാരപത്രം അധ്വാനിച്ച യുവാക്കൾ, അതുപോലെ തന്നെ തബറുക്കിന് വേണ്ടി അത് സെറ്റപ്പ് ചെയ്ത യുവാക്കൾ എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് മുസ്സലാത്തോടുകൂടി യോഗം പിരിച്ചുവിട്ടത് അറിയിക്കുന്നു. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം.